ഹായ്, എസ് ബി ഉള്ളതാണ്. സ്വാമി ഭദ്രാനന്ദ എന്ന സംഘപരിവാർ അനുകൂല കാഷായ വസ്ത്രധാരി പറഞ്ഞ ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലുണ്ട്. കേരളത്തിൽ ശബരിമല മാത്രമല്ല, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വരെ സംഘികൾ കോടാനുകോടി രൂപ അടിച്ചു മാറ്റിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, പറഞ്ഞത് സംഘപരിവാറുകാരെ തലയിലേറ്റിക്കൊണ്ട് നടന്ന, അല്ലെങ്കിൽ സംഘപരിവാറുകാർ തലയിലേറ്റിക്കൊണ്ട് നടന്ന, സംഘപരിവാർ ആശയങ്ങൾക്കൊപ്പം സഞ്ചരിച്ച സ്വാമി ഭദ്രാനന്ദ പറഞ്ഞ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലൊന്ന് കേട്ടെ. എന്തുകൊണ്ടാണ് ശബരിമല കേസ് പൊക്കിക്കൊണ്ട് കിടക്കുന്നത് നിങ്ങൾക്കറിയോ? ഇതാ കിടക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 550 കോടി രൂപ മൂല്യങ്ങളുള്ള സ്വർണവും രത്നങ്ങളും ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നവർ അടിച്ചുകൊണ്ട് പോയതിൻ്റെ തെളിവാണ്. ഇതിൻ്റെ വലിയ കോപ്പി ഇത്രയുള്ള ഫയലുണ്ട്, നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. എല്ലാം കൂടെ ചുമന്നുകൊണ്ട് വരാൻ പറ്റും. 500-ൽ പരം കോടി രൂപയുടെ സ്വർണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കട്ടു എന്ന് പറയാണ്. സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഈ അടുത്ത ദിവസമാണ് ഈ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് സ്വർണം മോഷണം പോയി എന്നൊരു വാർത്ത പുറത്തു വരികയും പിന്നീട് അതിനെക്കുറിച്ച് ഒരു അനക്കവും ഉണ്ടാകാത്ത സാഹചര്യമുണ്ടായി. അത് അടിച്ചുകൊണ്ട് പോകാനുള്ള അവസരമുണ്ടായിരിക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ തലസ്ഥാനത്തെ സംഘികളാണ്. ഈ കൊട്ടാരത്തിനകത്ത് കയറി നിരങ്ങിക്കൊണ്ട് നടക്കുന്നവർ. അങ്ങനെ ഒരു വാർത്ത, അതായത് ഈ സ്വർണം മിസ്സായിട്ട് ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഇതിനെ സംബന്ധിച്ച് പരാതി കൊടുക്കുന്നതും പരാതി വന്ന വേഗത്തിൽ തന്നെ അത് മുങ്ങിപ്പോകുന്ന സാഹചര്യവുമുണ്ടായി. അപ്പോൾ എന്തായിരിക്കണം ആ സ്വർണത്തിനെ കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടാതെ പോയെങ്കിൽ പോട്ടെ എന്ന തരത്തിലേക്ക് കൊട്ടാരത്തിലുള്ളവർ അതിലെത്തിയിട്ടുണ്ടാകാൻ കാരണം? കാര്യം നേരത്തെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സ്വർണം കട്ടുകൊണ്ട് പോകുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചത് ആ ക്ഷേത്രത്തിലെ അന്തേവാസിയായിട്ടുള്ള വ്യക്തിയാണ്. ഈ കവടിയാർ കൊട്ടാരത്തിലെ മാർത്താണ്ഡവർമ്മ എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ അവിടെ ഒരു രാജാവായിട്ട് ഇവർ എടുത്ത് പൊക്കിക്കൊണ്ട് കിടക്കുന്നുണ്ടല്ലോ. അതായത് ആരാണെന്നിപ്പോൾ ഈ രാജാവിനെയൊക്കെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഘികളാണ്. സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം ഈ രാജഭരണകാലം എന്ന് പറഞ്ഞാൽ അവരുടെ കൊയ്ത്ത് കാലമായിരുന്നു. അതുകൊണ്ട് ഈ രാജഭരണകാലം വരണമെന്നവർ ആഗ്രഹിക്കുന്നത് ഇഷ്ടം പോലെ ഭൂമിയും സ്വത്തുക്കളെല്ലാം രാജാക്കന്മാരെ മണിയടിച്ചുണ്ടാക്കാമെന്നുള്ളതും ഇവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ കട്ടുകൊണ്ട് പോകാനുള്ള സാഹചര്യം ഇവർക്കുണ്ടായിരുന്നു. ഇന്ന് ജനാധിപത്യം വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ കോടാനുകോടി സ്വത്ത്, ഈ രാജാവിൻ്റെ ഇരിക്കുന്ന സ്വത്തെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്. രാജാവിൻ്റെ മറ്റേ മണ്ണ് കുഴിച്ചെടുത്തതല്ല, ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല. ഈ നാട്ടിൽ സ്വർണ്ണം ഉണ്ടോ? അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇതര സംസ്ഥാനങ്ങൾ സഹായിക്കാറുണ്ട് എന്നതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്ക കൊടുത്തതും ജനങ്ങൾ കഷ്ടപ്പെട്ട പണവുമാണ്. അന്നത്തെ സമ്പന്നരൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അല്ലാതെ രാജാവ് 10 പൈസ ജോലി ഈ നാട്ടിൽ ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് ഈ മറ്റേ മണ്ണ് കുഴിച്ച് സ്വർണ്ണം എടുക്കാനുള്ള ശേഷിയില്ല, അല്ലെങ്കിൽ ആകാശത്ത് മറ്റേ ദിവ്യശക്തി എന്നൊക്കെ അവന്മാർ അടിച്ചിറക്കണ കഥയ്ക്കപ്പുറം എന്തായാലും അങ്ങനെ ദിവ്യശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോകില്ലല്ലോ, ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമായിരുന്നല്ലോ. കവടിയാർ കൊട്ടാരത്തിലുള്ളവർക്ക് എന്ത് തേങ്ങയിലെ ദിവ്യശക്തിയാണുള്ളത്? അങ്ങനെയാണെങ്കിൽ ആ സ്വർണം പോയത് അവരുടെ ദിവ്യശക്തി വെച്ച് കണ്ടെത്തിയാൽ പോരായിരുന്നു. എന്തിനാ പോലീസ് കേസ് കൊടുക്കേണ്ട കാര്യം? അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ സ്വാമി ഭദ്രാനന്ദ പറഞ്ഞ ഈ കാര്യവും ശബരിമല സ്വർണം കെട്ടതെല്ലാം അവിടെ സംഘികളാണ് ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ഈ മുതലുകളെ കൊള്ളയടിക്കാൻ വേണ്ടി. കാര്യം ഈ തന്ത്രിയുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ തന്ത്രിയുടെ വേളി കഴിച്ചിരിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ BJP സംസ്ഥാന നേതാവായിട്ടുള്ള വ്യക്തിയുടെ സഹോദരിയാണ്. ആ നിലയ്ക്ക് തന്ത്രി കുടുംബമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്നവർ ശബരിമലയിൽ സ്വർണ്ണക്കടത്തിലെല്ലാം നിർണായക പങ്ക് വഹിച്ചു. അതിൻ്റെ ഒരു വിഹിതം ഇവരെയൊക്കെ കുടുംബത്തിൽ തന്നെയാണ് ചെന്നിട്ടുള്ളത്. അത് ഇപ്പോൾ ഒരു സ്വാമി ഭദ്രാനന്ദ എന്ന് പറയുന്ന വ്യക്തി പരസ്യമായിട്ട് തുറന്നു പറയുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം വരെ സംഘികൾ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ വിശ്വാസത്തിൻ്റെ മറവിൽ ഇപ്പോൾ കോട്ടയത്ത് ഈ അടുത്ത ദിവസം ഇങ്ങനെ ഒരു സ്വർണം കട്ടുകൊണ്ട് പോയ ഒരു നമ്പൂതിരിയെ പൊക്കുന്ന സാഹചര്യമുണ്ടായി. സംഘികൾക്കാണ് അമ്പലം വിഴുങ്ങികളെന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ മറപറ്റി ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട ഹിന്ദുക്കളെല്ലാം ബാക്കിൽ നിർത്തിയിട്ട്, അതായത് ഈ പാവപ്പെട്ട ഹിന്ദുക്കളായിട്ടുള്ളവൻ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, സംഘികളെ താങ്ങിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും അമ്പലത്തിൻ്റെ അകത്ത് നിങ്ങളെ കയറ്റൂ, പൂജിക്കാം. ഇടതുപക്ഷ സർക്കാർ വേണ്ടി വന്നു ഈ ദേവസ്വം ബോർഡിനകത്ത് പൂജിക്കാൻ വേണ്ടി പിന്നോക്ക വിഭാഗക്കാരെ കയറ്റാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കിയെന്നറിയും. അതുകൊണ്ട് സംഘികളായിട്ട് നടക്കുന്നവർ അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് അവരോടൊപ്പം സഞ്ചരിച്ച ഒരു വ്യക്തി തന്നെ തുറന്നു പറയുമ്പോൾ ഗൗരവതരമായി കേരളം കാണേണ്ടതാണ്. ഭദ്രാനന്ദ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടതുണ്ട്. ശബരിമലയിൽ നിന്നും ഒപ്പം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സംഘപരിവാറുകാർ സ്വർണം കട്ടുകൊണ്ട് പോയിട്ടുണ്ടോ? വളരെ ശക്തമായിട്ട് അവർക്കൊപ്പം സഞ്ചരിച്ച വ്യക്തി, അദ്ദേഹത്തിന് എന്തോ മാനസിക വ്യഥ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ കേരളം ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ടതാണെന്ന് ആവർത്തിച്ച് തന്നെ പറയുകയാണ്.